നമ്മുടെ നാട്ടിൽ ഇന്ന് പൈൽസ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും ഇവരിത് പുറത്ത് പറയുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തേടുകയോ ഇല്ല. തുടക്കത്തിൽ ചെറിയ ഒരു ഡിസ്കംഫോർട്ട് പോലെ തോന്നുകയും പിന്നീട് ആ ഒരു ഭാഗത്ത് മലാശയത്തിൻ്റെ ഭാഗത്തായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും എന്തോ തള്ളി പുറത്തേക്ക് നിൽക്കുന്നത് പോലെയും അതിനോടൊപ്പം തന്നെ പിന്നീട് ഇത് അസഹ്യമായിട്ടുള്ള വേദനയും ചുട്ടുനീറ്റൽ പോലെയും ബ്ലീഡിങ് പോലെയും അനുഭവപ്പെടുകയും എപ്പോഴും ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലോ ഒരു കടലയുടെ വലിപ്പത്തിലോ എന്തെങ്കിലും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെയും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ പൈൽസ് ഉള്ളിലേക്ക് ചുരുങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള കുറച്ച് മാർഗങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് വീട്ടിൽ ചെയ്യാനും ഒരു 21 ദിവസം കൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്ന ഒരവസ്ഥയിലേക്കും പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളും മറ്റുമൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഇതാണ്, അത് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ വാങ്ങുന്ന മാതളം, അപ്പോൾ ഈ മാതളത്തിൻ്റെ തൊലി നമ്മൾ എടുത്തതിന് ശേഷം ഇതിനെ അത്യാവശ്യം ഒന്ന് ഉണക്കി നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് ഒരു ചെറിയ ബോട്ടിൽ, അതായത് ഈ ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോട്ടിലിൽ എയർ കയറാത്ത രീതിയിൽ അടച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഏകദേശം ഒരു 2-3 ടീസ്പൂണും തൈരെടുത്ത് മോര് പോലെ ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഉണക്കി പൊടിച്ച മാതളത്തിൻ്റെ തൊലി എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ രാത്രിയിൽ കഴിച്ചിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇത് ഇപ്പോൾ നമ്മൾ തുടക്ക സ്റ്റേജിലുള്ള കാര്യമാണ് പറയുന്നത്, മലബന്ധം കാര്യങ്ങളൊക്കെ പോകുന്നതിന്. ഇനി ബ്ലീഡിങ് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ബീട്രൂട്ടിൻ്റെ നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ട് അത് ഏകദേശം ഒരു ബീട്രൂട്ടിനെ 4ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ഭാഗം നമ്മളെടുത്ത് ജ്യൂസ് ആക്കിയതിന് ശേഷം 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് ജ്യൂസ് ആക്കിയതിന് ശേഷം രാത്രിയിൽ കുടിക്കുന്നത് ഇത്തരത്തിൽ ഈ രക്തത്തിൻ്റെ ഒരു പോക്കുള്ള ആളുകൾക്ക് ബ്ലീഡിങ് കുറയ്ക്കുന്നതിനും രക്തം നന്നായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്നതിനും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കാനുള്ള ഒരു പ്രിപ്പറേഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തിപ്പഴം വാങ്ങാനായിട്ട് കിട്ടും. അതായത് ഉണങ്ങിയ ഫിഗ് ഫ്രൂട്ട് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ഈ അത്തിപ്പഴം കുറച്ച് വില കൂടുതലാണെങ്കിലും ഇത്തരക്കാർക്ക് ഫലപ്രദമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ അത്തിപ്പഴം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ഇതിനെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുക്കുക. രാത്രിയിൽ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ 2 അത്തിപ്പഴം ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ ഈ അത്തിപ്പഴം എടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് ഒന്ന് ഞെരടി അല്ലെങ്കിൽ ഒന്ന് പിഴിയുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അത്തിപ്പഴം നമ്മൾ കഴിക്കുകയും ഒപ്പം തന്നെ ഈ 1 ഗ്ലാസ് വെള്ളവും നമ്മൾ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുന്നത് എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അടുത്തതായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫിഗ് ഫ്രൂട്ട് മേടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്ന സാധാരണ വാളൻ പുളി ഉണ്ടല്ലോ, അപ്പോൾ ഈ വാളൻ പുളിയുടെ ഇല നമ്മൾ എടുക്കുക അല്ലെങ്കിൽ വാളംപുളിയുടെ പൂവ് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് ചതച്ചതിന് ശേഷം ഇതിനെ 1 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ എടുക്കുമ്പോൾ വളരെ ചെറിയ ഒരു അരപ്പിടി അത്രയും നമ്മൾ എടുത്ത് ചതക്കില്ല. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിനെ ചൂടാക്കി ഒരു 3/4 ഗ്ലാസ്സായിട്ട് വറ്റിച്ചിട്ട് നമ്മൾ ഒരു 2-3 നേരം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതിനെ ഡൈല്യൂട്ട് ചെയ്തൊരു 3 നേരമായിട്ട് നമ്മൾ കഴിക്കുന്നത് എപ്പോഴും മലബന്ധം മാറുന്നതിനും പൈൽസ് രോഗം നന്നായിട്ട് കുറയുന്നതിനും വളരെയേറെ സഹായിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെടുത്താനുള്ള ഒരു ആഹാരം എന്ന് പറയുന്നത് ചേനയാണ്. അതായത് ചേനയിൽ ഫൈബർ കണ്ടൻറ്റ് നല്ലതുപോലുള്ളത് കൊണ്ടും നമുക്ക് മലശോധന പ്രോപ്പറായിട്ട് നടത്താൻ പറ്റുന്നതുകൊണ്ടും ചേന നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മൾ വൈകുന്നേരം തൈര് ചേർത്ത് കഴിക്കുന്നത് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ മാറുന്നതിനും. പക്ഷേ ഈ തൈര് ചേർക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുളകോ കാര്യങ്ങളോ എരിവോ കൂടുതലായിട്ട് ഇടരുത്. ചേനയിൽ തൈര് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് എപ്പോഴും ശോധന കറക്റ്റ് ആവുന്നതിന് വേണ്ടി സഹായിക്കും. ഇനി ഇതുപോലെ തന്നെ മലശോധന കറക്റ്റ് ആവാത്ത പൈൽസ് രോഗത്തിൻ്റെ തുടക്കം സ്റ്റേജിലുള്ളവരാണെങ്കിലും
നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന പാളയംതോടൻ പഴമില്ലേ, അപ്പോൾ ഈ പാളയംകോടൻ പഴം നമ്മൾ 3-4 എണ്ണം ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത് മലശോധന പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മോര് അധികം ഉപ്പും അതുപോലെ തന്നെ എരിവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മോര് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്, അല്ലെങ്കിൽ മോരിൽ നമുക്ക് ത്രിഫലാചൂർണം മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിൽ മലശോധന കറക്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ പൈൽസ് രോഗം കുറച്ച് നിർത്തുന്നതിനും സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞതിൽ രാവിലെ സമയത്താണെങ്കിൽ നമ്മൾ ഫിഗ് ഫ്രൂട്ട് ആണ് കഴിക്കാനുള്ളത്, അതായത് നമ്മുടെ അത്തിപ്പഴവും, വൈകുന്നേരത്താവുമ്പോൾ നമ്മൾ മാതളത്തിൻ്റെ ഇതുമാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് 21 ദിവസം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഇത് കുറച്ച് നിർത്താനായിട്ട് പറ്റും. ഈ എല്ലാ മെത്തേഡും ഒരുപോലെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം രാവിലെയും വൈകിട്ടും ചെയ്യാനായിട്ട് പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും 2 കാര്യങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.